അസ്സലാമലൈക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ വയനാട് ചൂരൽമലയിൽ ഒരു യാത്ര ചെയ്ത് ആ യാത്ര ചെയ്ത് വന്ന് നല്ല ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കണ്ടോക്കി. മനസ്സിലിന്നും ടെൻഷനാണ് അത് അവിടുത്തെ അവസ്ഥകൾ കണ്ടപ്പോൾ. വലിയ വലിയ വീടുകൾ തകർന്നു പോയി, ഒരുപാട് ജനങ്ങൾ മരണപ്പെട്ടു. ഇന്ന് അവിടെ പോയി കഴിഞ്ഞാൽ മൗനം തന്നെ. അവിടെ നമുക്ക് പോയി കാണാം, മറ്റേ മിലിറ്ററിക്കാരുണ്ടാക്കിയ പാലം വരെ നമുക്ക് ലാസ്റ്റ് വരെ പോയി കാണാം. അതിൻ്റെ അപ്പുറത്തേക്കുള്ള അലൗഡ് നമുക്കില്ല കാണാനുള്ള. വലിയ വലിയ വീടുകൾ മൊത്തം മണ്ണിലാണ്ട് മൂടിപ്പോയിട്ട് ഒക്കെ മണ്ണിപ്പോൾ നീക്കം ചെയ്ത് ഒക്കെ ഏകദേശം അവിടെ നിർത്തിവെച്ചിരിക്കുന്ന. പണിയൊന്നും കാണുന്നില്ല, എടുക്കുന്നത് കാണുന്നില്ല. ഇപ്പോൾ അവിടെ പോലീസുകാരുണ്ട്, അപ്പുറത്തേക്ക് കടത്തൂല എന്തായാലും. ഈ പൊളിഞ്ഞ ഏരിയകൾക്കൊന്നും ആളെ കടത്തുന്നില്ല. നമുക്കവിടെ പാലം വരെ പോയിട്ട് എല്ലാ സ്ഥലങ്ങളും ഒന്ന് കാണാം. പിന്നെ ഒരുപാട് വീടുകൾ പൊട്ടി വളർന്നതും സ്കൂളിലൊക്കെ അവസ്ഥ അതൊക്കെ ടൗണിൽ നിന്ന് തന്നെ കാണുന്നുണ്ട്. അവിടെ പോയി വന്നു കഴിഞ്ഞാൽ ടെൻഷനാണ്, ഭയങ്കര ടെൻഷനാണ്. എത്ര ജനങ്ങൾ മരണപ്പെട്ടെന്നറിയാം അവിടെ. ഓരോ വീടുകൾ മൊത്തം അടിയടക്കം നീക്കം ചെയ്തിട്ടുണ്ട്. വലിയ വലിയ പാറകൾ ഒലിച്ചു വന്നിട്ട് ഒരു പൊടിക്ക് വീട് അവിടെ ഇല്ലാതെ നീക്കം ചെയ്തു. ഒരു ടൗൺ ഉണ്ടായിരുന്നു, ആ ടൗൺ അടക്കം നീക്കം ചെയ്തിരുന്നു. അവിടെ വല്ലാത്തൊരു സംഭവമാണെന്നറിയാം. ആർക്ക് പോകണമെങ്കിൽ അവിടെയൊക്കെ പോയി ഒന്ന് കാണാം. പാലം വരെ പോയിട്ട് കണ്ടിട്ട് പോരാ. അവിടെ പോയിട്ട് മറ്റുള്ളവരോടൊന്നും ചോദ്യം ചെയ്യാൻ നിൽക്കരുത്. അവർക്കൊക്കെ ടെൻഷനാണ്, ഇന്നും ടെൻഷൻ തന്നെയാണ് അവർക്കൊക്കെ. ആകെ എന്താണ്, നമുക്കവിടെ പോയി കണ്ട് പോരാ. നമ്മളോടൊക്കെ നാട്ടിലുണ്ട് ഓരോ മുതലാളിമാര് 3 അടി വൈക്കും വേണ്ടിയിട്ടും ഓരോ വണ്ടി പാർക്ക് ചെയ്യണതിന് തിരക്ക് കൂടുന്ന മുതലാളിമാര്, ഒരു പാവപ്പെട്ടവരെ സഹായിക്കാത്ത മുതലാളിമാര്, അവരൊക്കെ ഇതൊന്ന് പോയി കാണണം. കണ്ട വണ്ടികളൊക്കെ കെടുക്കുന്ന രംഗങ്ങൾ കണ്ടില്ലേ? അവരൊക്കെ ഇതൊന്ന് പോയി കാണണം. ഈ മുതലുണ്ടല്ലോ കെട്ടിപ്പിടിച്ചിരിക്കുന്ന മുതലാളിമാര്, എല്ലാ മുതലാളിമാരെയും നമ്മൾ കുറ്റം പറയില്ല. കൊടുക്കുന്നവരുണ്ട്, സഹായിക്കുന്നവരുണ്ട്. നമ്മൾ അറിയുന്ന ഓരോ മലയാളിമാരെയാണ് എന്തോ പോയി കാണുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഫസ്റ്റായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതൊക്കെ പൊറുക്കുക. നമ്മളിത് കാണിച്ചു തരുന്നത് ഇങ്ങനെ പോവാത്തവർക്കൊന്ന് കാണാനും വേണ്ടിയിട്ട് നമ്മൾ എടുത്തു പോകുന്നതാണ്. ആ അവിടുത്തെ രംഗങ്ങൾ ഇപ്പോൾ വലിയ സ്കൂളിൻ്റെ ബിൽഡിങ്ങുകളാണ് പൊട്ടി തകർന്ന് കിടക്കുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ നമ്മൾ ഫസ്റ്റായിട്ട് പോയിട്ടാണ് ഇത് കണ്ടിട്ടുള്ളത്. നമ്മൾ ഈ ന്യൂസിൽ വീഡിയോ ഇതിലൊക്കെ കാണില്ലാതെ ലൈവായിട്ട് ഞാൻ ഇതുവരെയായിട്ട് പോയിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളിന്ന് ഇപ്പം വെള്ളിയാഴ്ച പോയി ഒന്ന് കണ്ട് പോന്നു. ഓക്കെ, എന്നാൽ അസ്സലാമു അലൈക്കും.